മക്കക്കാരോട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മക്കക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കണ്ട മക്കക്കാർക്ക് അള്ളാഹുവിനെ തീരെ ഒരിക്കലും കണ്ടുകൂടാ, തീരെ ഇഷ്ടമില്ലാത്ത ആൾക്ക്, അങ്ങനൊന്നല്ല. മക്കക്കാരോട് അബൂജഹലിനോടും അബൂലഹബിനോടും ഉത്തുബയോടും ഷൈബയോടൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മക്കക്കാർക്ക് ഈ ഹാലിളകിയതും യുദ്ധം വരെ ചെയ്തതും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതും നിങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാരോടും ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്, ഇബാദത്ത് നൽകരുത് എന്ന് പറഞ്ഞതിനാ. ലാത്തയെ വിളിക്കരുത്, ഉസ്സയ്ക്ക് ഇബാദത്ത് ചെയ്യരുത്, മനാത്തയ്ക്ക് നേർച്ച കൊടുക്കരുത്, മറ്റേതെങ്കിലും ശക്തികളോ വ്യക്തികളോ വിളിച്ച് ഇസ്തിഗാഥ ചെയ്യരുത് എന്ന് പറഞ്ഞതിനാണ് പ്രശ്നം ഉണ്ടായത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ ദീൻ. ഒരാൾ മുസ്ലിം ആകുന്നത് ഈ ഒരു വിശ്വാസം വിശ്വസിക്കുമ്പോഴാണ്. ഒരാൾക്ക് ഈ വിശ്വാസം ഇല്ല, മുസ്ലിം അല്ല. അള്ളാഹുവിനല്ലാതെ മറ്റാരെങ്കിലും വിളിച്ച് തേടാം, പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ല.